സ്വർഗീയ പിതാവേ, ഇന്ന് ലോകം ഉണ്ടായപ്പം മുതലേ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി മേലെ സംഭവിക്കാത്തതുമായ മഹാ ദിവസം ഒറ്റ മണിക്കൂർ കൊണ്ടുവരും. അവിടെ മക്കള് അല്ല ഇന്നസെന്റ് ആണ് യേശു ക്രിസ്തു അവരെ ശിഷ്യന്മാർ തടഞ്ഞപ്പോൾ തടയരുത് എന്ന് പറഞ്ഞ ആ അർത്ഥം വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഈ ഒരു ദുഷ്ടനോടെ കയറി വരികയില്ല എന്നും ദുഷ്ടന്മാരുടെ സന്തതി വരെ ഭൂമിയിൽ നീക്കപ്പെടും. അങ്ങനെ അത് എബ്രാഹ ലേഖനം എസ്കേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. യഹൂദാവാസിയുടെയും ജെറുസലേമിന്റെയും നാശം സംബന്ധിച്ച് അവിടുത്തെ പ്രവചനം ഉണ്ടായിരുന്നു. ഒരു അടയാളവിടിയിൽ വേല ഉണ്ടായിരുന്നു. ആ അടയാളവിടിയിൽ വേലയിൽ ഇല്ലാത്ത ആളുകളെ, വൃദ്ധന്മാരെയും കന്യകമാരെയും പൈതങ്ങളെയും നിശേഷം നിഗ്രഹിക്കുവിൻ എന്ന് അവിടുത്തെ കൽപ്പന, അവിടുത്തെ ഓർഡർ. അതുപോലെ തന്നെ ഇന്നും ദുഷ്ടന്മാരുടെ സന്തതികൾ വരെ ഛേദിക്കപ്പെടും. അവർ ഇന്നസെന്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കാഞ്ഞിരക്കായലേ ഉണ്ടാവുള്ളൂ. ഇത് പിതാക്കന്മാർക്കും അമ്മമാർക്കും വേണ്ടി ഒരു പ്രത്യേക സന്ദേശമാണ്. അവർ കേൾക്കുവോ കേൾക്കാതിരിക്കുവോ, അത് അങ്ങയുടെ വചനമാണ്, എന്റെ വചനമല്ല. എനിക്ക് സ്വന്തമായിട്ട് ഒന്നും പറയാനില്ല, ഒന്നും നേടാനുമില്ല. അതുകൊണ്ട് ഇന്ന് പിതാക്കന്മാരോടും കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷ കുടുംബജീവിതം കെട്ടിപ്പടുക്കണം എന്ന് പറഞ്ഞ് അതോടൊപ്പം തന്നെ പിതാക്കന്മാർ എന്ത് ചെയ്യണം? കാരണം യൂദായുടെ പുസ്തകം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ തീയിൽ നിന്ന് വലിച്ചെടുക്കുവിൻ. ഞാൻ ആ ഭാഗം അല്പമായിട്ടൊന്ന് വായിക്കാം. സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പിൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവിൻ. ശരീരത്താൽ കാർ പിടിച്ച് അങ്കി പോലും വെളുത്തുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിക്കുവിൻ. ഇത് പ്രത്യേകിച്ച് മറ്റുള്ളവരോട് ആരോടെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിൽ സകലല്ല, അവരുടെ കുടുംബത്തെയും അല്ല അവരുടെ കുഞ്ഞുങ്ങളെയും രക്ഷിക്കണം. ഇത് പിതാക്കന്മാര് ദൈവത്തിന്റെ ഓർഡർ അനുസരിച്ച് ജീവൻ കൊടുത്തതാണ്. നിങ്ങൾ ജീവൻ കൊടുത്തു. നിങ്ങളുടെ ഭാര്യ 9 മാസം 9 ദിവസവും ചുവന്ന് നടന്ന പ്രസവേദനയോട് പ്രസവിച്ച കുഞ്ഞ് നയിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അവരെ ഞാൻ പ്രത്യേകിച്ച് പറയുന്ന 1-2 സംഗതിയുണ്ട്. അത് പിതാക്കന്മാരോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും സങ്കീർത്തനം 62-ന്റെ 8 പറയുന്നത്, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ഇങ്ങനെ ദൈവത്തോട് നമ്മളിപ്പോ എന്തെങ്കിലും വിഷയം ഉണ്ടായി എന്ത് ചെയ്താലും നമ്മുടെ സ്നേഹിതന്മാരോട് ശരിയായിട്ടുള്ള സ്നേഹിതന്മാരോട് പറയല്ലേ നമ്മുടെ രഹസ്യങ്ങൾ. എന്ന് പറഞ്ഞാൽ ദൈവത്തെ വല്ലതും സംശയിക്കാനുണ്ടോ? നമുക്ക് നമ്മുടെ ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. പശ്ചാത്മാവ് നമ്മളെ ഫോളോ ചെയ്യും. ഇത് സത്യമാണ്. അതുകൊണ്ട് പിതാക്കന്മാര് അതുപോലെ തന്നെ മീഖയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ വന്ന് ഭൂമിയെ ശാപം കൊണ്ട് സംഹരിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഈ നിരപ്പിക്കുക എന്ന് പറയുന്നത്, അപ്പൊ അതില്ലാത്ത അമ്മമാർക്ക് വലിയ പങ്ക് ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം ബൈബിൾ പരിജ്ഞാനം. ഇതിന്റെ അകത്തെല്ലാം പിന്നിൽ ഉള്ളത് ഞാൻ അതുപോലെ എബ്രായ ലേഖനം 11-ാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക.
അതിന്റെ തീരുമാനങ്ങൾ എടുക്കുക. വിശ്വാസത്താൽ അവിടെ ആരെല്ലാം എന്തെല്ലാം ചെയ്തു നോക്കുന്നവരെ കാണാത്ത ദൈവത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ദൈവവചനം ആണ്, ജീവന്റെ വചനമാണ്. നമുക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ദൈവരാജിക്കല്ല. അതിനാണ് ഈ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ശുദ്ധിയുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. ഒരു പിശാചിന്റെ ഒരു നിഴൽ പോലും അവിടെ കാണത്തില്ല. അതുകൊണ്ട് ഇനി പറയാനുള്ളൊരു സംഗതി, ഞാൻ പറയാനുള്ള സംഗതി, ഇന്ന് വരെ ചിലരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, എനിക്കറിയാതെ. കാരണം ചില വിശ്വാസികളായിട്ടുള്ള ആളുകൾ രാജ്യത്ത് സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യത്തിനായ ലോകത്തിലൊക്കെ പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും അതിന് കുട്ടികൾക്ക് വേണ്ടി ശുശ്രൂഷ സ്കൂള് എന്നൊക്കെ പറയുന്ന പല ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. നമ്മൾ ABCD ഇത് പറയുന്ന പോലെ അവരെ ചെറുപ്പം മുതലേ സുവിശേഷം അറിയിക്കാൻ തക്കൊണ്ട് അവരെ കയ്യെ പിടിച്ചിട്ട് പോകുന്നു. അവരെ കൊണ്ട് ചെറിയ അളവിലൊക്കെ പറയിപ്പിക്കുന്ന ചില സഭക്കാരൊക്കെ ഉണ്ട്. എനിക്ക് നല്ലോണം അറിയാം. ഞാൻ ആ പിള്ളേർക്കൊക്കെ വളരെ ക്ലാസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പം പ്രത്യേകിച്ച് ഞാൻ കത്തോലിക്കനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അവർക്കൊരു രീതി ഇല്ല. അവർ പല നേതാക്കന്മാർക്കും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളില്ല. അവർ സ്ഥാനമാനങ്ങളും പൈസയുടെ ഒക്കെ പോകുന്നു. ഇത് പറയാനുള്ള സംഗതി എന്താണെന്ന് ചോദിച്ചാലേ, നിങ്ങൾക്ക് ബൈബിളിൽ അറിയാവുന്ന എന്തെങ്കിലും ചെറിയ കാര്യങ്ങളെ പിള്ളേർക്ക് ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇന്ന് സ്കൂളുകളിൽ നടക്കുന്ന അവിഹിത ബന്ധങ്ങള്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇതിനെല്ലാം അമ്മമാര് കൂട്ടാം എന്ന് പറഞ്ഞാൽ, ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു മകൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വലിയ സങ്കടമാണെന്ന് ഞാൻ നാട്ടിൽ വെച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അനുഭവത്തിലായി. കാരണം ഇത് ലൈസൻസ് പോലെയാണ്. ഇപ്പം ഈ ഗ്രാജുവേഷന്റെ അന്ന് ഫോം എന്നും പറഞ്ഞൊരു പരിപാടി, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ PROM, ഈ ഫോം എന്ന് പറയുമ്പം അവരുടെ പ്രായത്തിൽ തകയില്ല. ഗ്രാജുവേഷൻ ചെയ്യുമ്പോഴത്തേക്ക് കുറേയൊക്കെ 10, 15, 16, 17, 18 വയസ്സാകും. അവർ പാർട്ടി എല്ലാം കഴിഞ്ഞ് ഡാൻസും എല്ലാം കഴിഞ്ഞ് ഒരു മുറിയിൽ പോയി ഒന്നിച്ച് കിടക്കുന്ന ഒരു ദിവസം, അതാണ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ പല മാതാപിതാക്കൾ വേണ്ടി ചോദിച്ചു, അവർക്ക് അറിയാൻ പറ്റില്ല, ഇന്ത്യക്കാരാണ്. പക്ഷെ അതിന് എല്ലാവരും അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു വേണ്ടി തിരിഞ്ഞു നിൽക്കാൻ പറ്റുമോ? അപ്പൊ അവർക്ക് ദൈവവിശ്വാസം കൊടുക്കണം. അപ്പൊ അങ്ങനെ ചെയ്യാൻ പോകാൻ പാടില്ല. അത് ഇന്നതാണ് അതിന്റെ ദൂഷ്യങ്ങള്. ഇങ്ങനെ പല കാര്യങ്ങളും സ്കൂളുകളിൽ നടക്കുന്നതും ചില ടീച്ചർമാര് അവരും ഇതിലെല്ലാം കൂട്ടാണ്. കാരണം ഇവിടെ ജനിച്ചു വരുന്നത്, കാരണം ഇത് ശരീരത്തിന്റെ ആവശ്യമാണെന്ന് വന്നിരിക്കുകയാണ് പല മതക്കാരും. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനുമായിട്ടുള്ള ബന്ധം ശരീരത്തിന്റെ വെള്ളം പിടിക്കുന്ന പോലെയാണ് എന്ന് ആളുകൾ പറയുന്നു. എന്തെങ്കിലും ആട്ടെ, ഞാൻ ഇനിയിപ്പോ പറയുന്ന ഒരു സംഗതി ചെയ്യുള്ളൂ. നിങ്ങളുടെ സ്നേഹിതന്മാരുടെയോ നിങ്ങളുടെ സ്വന്തക്കാരുടെയോ അടുത്ത് പിള്ളേരുള്ളിടത്ത് ചെന്ന് നിങ്ങളുടെ പിള്ളേരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പിള്ളേരെ കൊണ്ട് പറയിപ്പിച്ച ഒരു പ്രാക്ടീസ് ഉണ്ട്. ഈ പ്രാക്ടീസ് കൊടുത്താൽ അതിന്റെ ഗുണം എന്താണെന്നറിയോ? 1 തീയിൽ നിന്ന് വലിച്ചെടുക്കും, 2 വിത്ത് ഗാഡ് ആയിട്ട് പോകും, പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കും, ജീവന്റെ ചിലവർക്ക് കിട്ടും. കാരണം നമ്മളെ കഴിഞ്ഞ് എളുപ്പമാണ് അവർക്ക് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാനായിട്ട്. അങ്ങനെ 1-2 ദിവസം 1-2 പ്രാവശ്യം അവരുടെ കൂട്ടുകാരുടെയോ ഒക്കെ വീട്ടിൽ ചെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരും ഇതിലേക്ക് ലയിക്കും. പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചെല്ലി നിങ്ങൾ കണ്ണീര് കളയേണ്ടി വരികയില്ല. കാരണം ദൈവത്തിന്റെ മക്കളായിട്ട് അവർ മാറും. അങ്ങനെ പ്രാക്ടീസ് കൊടുത്തില്ല എങ്കിൽ നിങ്ങളുടെ നില എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാഞ്ഞിരത്തിൽ നിന്ന് കാഞ്ഞിരക്കാവ് വരുന്നു ഉണ്ടാക്കുന്നില്ല. അപ്പൊ കാഞ്ഞിരക്കായായിട്ടുള്ള മക്കളെ ഒന്നും വെച്ചോണ്ടിരിക്കുകയില്ല ഭൂമിയില്. ഇത് സത്യമായ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും ഒരു അടയാളടിയിൽ വേലയാണ്. വെളിപാട് 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അടയാളം ഇല്ലാത്ത ഒരുതരം തുടരുത്. അപ്പൊ ഈ അടയാളം ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിജ്ഞാനത്തിലെത്തുക എന്നുള്ള, ഈ പരിജ്ഞാനത്തിലെത്തുക, പ്രവർത്തിക്കുക. അല്ലാത്ത ഒരുത്തരും ഒരു ഇല്ലെന്നിരിക്കാൻ. പിന്നെ പലരൊക്കെ പറയും ഭരിക്കാത്തടുത്ത് ഉത്തമസാകും മതി, ഒടുക്കത്തെ പ്രശ്നം കൊണ്ടെല്ലാം രക്ഷപ്പെടും. ഇങ്ങനെയൊക്കെ പലരും പല ചിന്താഗതി. ഞാൻ ഇതിനൊന്നും കുറ്റം പറയോ ശരിയാണെന്ന് പറയുന്നതല്ല ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നുമല്ല. യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ മക്കൾ എന്ന് സന്തോഷ കുടുംബജീവിതം എന്നും ദൈവം അംഗീകരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആ നിർദ്ദേശം, നിങ്ങൾ സന്താന പുരുഷുള്ളവരായി ഭൂമി നിറയുവാൻ, ദൈവത്തിന്റെ അതിഭയങ്കരമായ ആ കൽപ്പന നിങ്ങൾ പാലിക്കേണ്ടിയിരിക്കും.